നമസ്കാരം. രാജ്യത്തെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിൽ ജാർഖണ്ഡും ഉൾപ്പെടുന്നു. ഷിബു സോറന്റെ മകനായിട്ടുള്ള ഹേമന്ത് സോറനാണ് ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി. JMM-ന്റെ നേതാവാണ്. JMM എന്ന് പറയുന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ജാർഖണ്ഡ് പോലെയുള്ള ഒരു സംസ്ഥാനം പിടിച്ചെടുക്കിയതിൽ വലിയ പ്രശംസയായിരുന്നു കഴിഞ്ഞ ഒരു 4.5 വർഷങ്ങൾക്ക് മുന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ അതിന് ശേഷമൊക്കെ ഉണ്ടായത്. BJP-യെ പരാജയപ്പെടുത്തിയിട്ടാണ് അവിടെ അവർ അധികാരത്തിൽ വന്നത്. അപ്പോ ഈ JMM-ന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ നിലവിലൊരു ഖനി അഴിമതി കേസിൽപ്പെട്ട് ജയിലിലാവുകയും ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടന്നു. അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് അകത്ത് പോകേണ്ടി വന്നു മദ്യ അഴിമതി കേസിൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രിമാര് പോലും ഇതുപോലെ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലും പൊക്കിയെടുത്ത് അകത്തിടാൻ സാധിക്കും. അതിനെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മുഴുവനും കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നു എന്നുള്ളത് കൂടി ഒരു വളരെ വിചിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി BJP അരയും തലയും മുറുക്കി മുന്നോട്ട് പോരുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതിസന്ധി രാജ്യത്ത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് BJPക്ക് ഉണ്ടായി എന്നുള്ളതിൽ തർക്കമില്ലാതെ തന്നെ പറയാം. 303 സീറ്റുകളിൽ നിന്ന് BJPയെ 240 സീറ്റുകളിലേക്ക് എത്തിക്കാൻ, അങ്ങനെ ഒരു ചുരുക്കത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോ BJP അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെയൊരു പ്രതിരോധത്തിലാവുകയും അല്ലെങ്കിൽ ഇതുപോലൊരു തിരിച്ചടി നേരിട്ട സമയത്ത് കൃത്യമായിട്ട് അതിനെ സ്വാഭാവികമായിട്ട് BJPയുടെ ഒരു സ്വഭാവ രീതി വെച്ചുകൊണ്ട് ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളുകൾ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കാര്യകർത്താക്കൾ തന്നെ സംസ്ഥാന തലത്തിലാണെങ്കിലും പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും BJP അത് കൃത്യമായിട്ട് ഭീഷണിയായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷയം തടസ്സമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സം നീക്കി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ആളുകൾ തന്നെ. അപ്പോൾ ഇത് വലിയ തരത്തിൽ ഇപ്പോൾ BJP നടപ്പിലാക്കിയിരിക്കുകയാണ്. JMM എന്ന് പറയുന്ന ജാർഖണ്ഡ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരാളായിട്ടുള്ള ചമ്പായി സോറൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ്, അദ്ദേഹം ഈ ഖനി അഴിമതി കേസിൽപ്പെട്ട് ഹേമന്ത് സോറൻ അകത്ത് പോയ അല്ലെങ്കിൽ ജയിലിൽ പോയ സമയത്ത് മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റ ഒരു വ്യക്തിയാണ്. അപ്പോ ഈ ചമ്പായി സോറൻ ഇപ്പോ BJPയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ BJPയിൽ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകൾ, അങ്ങനെ ഒരു വാർത്തകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം BJPയിൽ അംഗത്വം എടുക്കുമെന്നുള്ള വാർത്തകൾ കൃത്യമായിട്ട് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും JMM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിവേരറുത്തുകൊണ്ട് ഇത്തവണ BJP ജാർഖണ്ഡിൽ അധികാരത്തിലെത്തുമെന്നതിൽ യാതൊരുവിധ തർക്കമില്ല. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖനായിട്ടുള്ള തലമൂത്ത നേതാക്കന്മാരിൽ ഒരാളെ തന്നെ BJP ഇപ്പോൾ അതിൽ നിന്ന് പിഴുതുമാറ്റി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. രാജ്യത്തുടനീളം ഇന്ത്യ സഖ്യത്തിലെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള ഓപ്പറേഷൻ താമരകൾ ഓരോ ദിവസവും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് BJP നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കർണാടകയിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇതേ നിലപാട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് BJP ഇപ്പോഴും അതിൽ നിന്ന് 1% പോലും മാറാതെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് വരികയാണെന്നുള്ളത് തർക്കമില്ല. അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരേ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്ക് രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുന്ന അമിത്ഷാ മാറിയിരിക്കുകയാണ്. ഇത് ജാർഖണ്ഡിൽ മാത്രമല്ല, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടക്കം ഇത് വലിയ രീതിയിൽ BJPക്ക് അനുകൂലമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന സർവേകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ BJP ഒരു വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിച്ചതും ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതിലൊരു തർക്കവുമില്ല. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് BJPക്ക് 48-ൽ 41 സീറ്റുകളും ഉണ്ടായിരുന്നതാണ്. ഈ 41 സീറ്റുകളിൽ നിന്ന് കേവലം BJPയും ഷിൻഡെ ശിവസേന പക്ഷവും 16 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും അവിടെ ഒരു തകർപ്പ മുന്നേറ്റവുമായിട്ട് വലിയ രീതിയിൽ BJPക്ക് സീറ്റ് നിലയിൽ ഒരു കുറവുണ്ടാവുന്ന തരത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് ഒരു മുന്നേറ്റം നടത്താനും സാധിച്ചത് അവരുടെ ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്ന വിദ്വേഷം എന്താണെന്നും ഇന്ത്യ സഖ്യം രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമല്ല ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിത്വം
വ്യക്തിത്വങ്ങളാണെന്നുള്ളത് തർക്കമില്ല. ഇന്ത്യ സഖ്യം തന്നെ അല്ലെങ്കിൽ ആ ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഭരിക്കുന്ന കൊൽക്കത്ത അല്ലെങ്കിൽ ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഒരു രീതിയിലുമുള്ള പ്രതികരണവും നടത്താതെ ഇരിക്കുന്ന ആളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് കൂടി ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇവരാണ് ഭാവി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചിരുന്നത്. ഭാവി പ്രധാനമന്ത്രിമാരാകാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല മമതാ ബാനർജിയും അങ്ങനെ നിരവധി നേതാക്കന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ BJP ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് NDAയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ ഒരു വലിയ പ്രതിരോധം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും മറ്റുള്ള രാഹുൽ ഗാന്ധിയുടെ അനുയായികളും കൂടി നിരന്തരമായിട്ട് ശ്രമിക്കുക. എത്രത്തോളം വലിയ ശ്രമങ്ങൾ ഇവിടെ നടത്തിയാലും ഈ ശ്രമങ്ങൾക്കൊക്കെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗുണവുമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ BJP എടുത്ത് മുന്നോട്ട് പോകുന്നത്. ഖനി അഴിമതി കേസിലൊക്കെ അകപ്പെട്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രി അകത്താക്കാൻ സാധിക്കുമെങ്കിൽ അതേ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന മറ്റൊരു വ്യക്തിയെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ അത് ഇവിടെയാണ് അതിനുള്ള അവസരം എന്നുള്ള രീതിയിലേക്ക് തങ്ങൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതിൽ താങ്കളുടെയും ഒരു വലിയ രീതിയിലുള്ള ഒരു പിന്തുണ BJPക്ക് വേണം എന്നുള്ള നിലയിലേക്കുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് വലിയ രീതിയിൽ കുടുംബാധിപത്യം ഉള്ള JMM പോലെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തെ പൂർണ്ണമായിട്ടും തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനം എങ്ങനെ എത്രത്തോളം വലിയ രീതിയിൽ അധപ്പതിക്കണമോ ആ അധപ്പതിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഒരു സംസ്ഥാനത്തെ മാറ്റിയെടുക്കുന്നതിൽ JM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം മുൻപന്തിയിലാണ്. എത്രത്തോളം വലിയ രീതിയിൽ ഒരു സംസ്ഥാനത്തെ വികസന മുരടിപ്പുണ്ടാക്കാൻ പറ്റുമോ കേന്ദ്ര സർക്കാരിന്റെ ഒന്നും സഹായമില്ലാതെ അത് പൂർണ്ണമായിട്ടും വലിയ രീതിയിൽ അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, മനസ്സിലാക്കുക. ജാർഖണ്ഡിനെ പോലെയുള്ള വളരെ ദാരിദ്ര്യമായിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. നിരന്തരമായിട്ടുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ എതിർത്തുകൊണ്ട് കള്ളന്മാർക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഇവന്മാരെല്ലാം എടുത്തു കൂട്ടിയത്. അതിന്റെ പേരിൽ തന്നെയാണ് വീണ്ടും വലിയ രീതിയിലുള്ള അഴിമതികൾ ഒരു സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ഈ കാഴ്ചയിൽ നിന്ന് 1% പോലും പിന്നോട്ട് പോകാനായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കില്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കണമോ അതിന് വേണ്ടിയിട്ടാണ് BJP പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകളിലേക്ക് BJPയുടെ നേതൃത്വം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അമിത്ഷാ ഈ ചമ്പായി സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗഹൃദത്തിലാവുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും JM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. BJP നിരന്തരമായിട്ട് ഓരോ സംസ്ഥാനത്തെയും ഇതുപോലെയുള്ള ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവർക്ക് എന്താണോ അവർ അനുഭവിക്കുന്ന പ്രശ്നം ആ പ്രശ്നം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കർണാടകയിലാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ അവിടുത്തെ 50ഓളം MLA ഇപ്പൊ BJPയിലേക്ക് വരാനിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് വരുന്നത്. സ്നേഹത്തിന്റെ കട തുറന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ കടയാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ തുറന്നിരിക്കുന്നത്. ജനക്ഷേമം എന്ന് പറഞ്ഞിരുന്ന പ്രഖ്യാപനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വെള്ളത്തിലാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ട് കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ അഴിമതിയും കെടുകാര്യസ്ഥതയുമായിട്ട് അല്ലെങ്കിൽ വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു വിഷയത്തെ മാത്രം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകും. അപ്പോൾ ഇതിനെല്ലാം പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് അടുത്ത ഇലക്ഷനിൽ കൃത്യമായിട്ട് തിരുത്തുക എന്നുള്ള നിലപാടിലേക്കാണ് BJP കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ എല്ലാം കണ്ടു കാണാമെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. വിപിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.